നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ഈ വരുന്ന ഡിസംബർ 2025 എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ബാച്ച്, നമ്മുടെ റെഗുലർ ബാച്ച്, നമ്മൾ ആടിപ്പാടി ടൈമിന്റെ ലക്ഷറി എൻജോയ് ചെയ്ത് പഠിക്കാൻ പോണ ബാച്ചാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച്. ആ ഫസ്റ്റ് ബാച്ചിന്റെ അനൗൺസ്മെന്റ് വീഡിയോ ആണ്. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഈ ബാച്ച് അനൗൺസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആയി? എന്നോട് കുറെ എൻക്വയറീസ് വന്നു. എല്ലാവരോടും ഞാൻ പറഞ്ഞത് ഒന്ന് വെയിറ്റ് ചെയ്യും. CMA എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാംസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാച്ച് അനൗൺസ് ചെയ്യാം. എക്സാം ഇന്നലെ കഴിഞ്ഞു. ഇന്ന് ഞാൻ നമ്മുടെ ബാച്ച് അനൗൺസ് ചെയ്യാണ്. അതിന്റെ കാരണം അവർ കൂടി ഒന്ന് വന്നോട്ടെ. അവർക്കും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ ടൈമിന്റെ ലക്ഷറി ആദ്യം മുതലേ തന്നെ എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ബാച്ച് അനൗൺസ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ വൺസ് അഗെയിൻ ഈ വരുന്ന ഡിസംബർ 2025 എക്സാമിനേഷൻ എഴുതി ഇന്റർമീഡിയറ്റ് ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പോ അല്ലെങ്കിൽ റിമൈനിങ് ഗ്രൂപ്പൊക്കെ പഠിച്ച് പാസ്സാവാൻ പോണ ഫ്യൂച്ചർ CMAസിനെ ഞാൻ വെൽക്കം ചെയ്യാണ് നമ്മുടെ CMA ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ബാച്ച് അനൗൺസ്മെന്റിലേക്ക്. എല്ലാ പ്രാവശ്യവും ബാച്ച് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ പാസ്റ്റ് റിസൾട്ട് കാണിക്കാറുണ്ട്. ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അതിനകത്ത് ആ നമ്പർ കൗണ്ട് ചെയ്തോ, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എണ്ണിക്കോ. ടോട്ടൽ ഒരു 70+ സ്റ്റുഡൻസിന്റെ ഫോട്ടോസ് ഉൾപ്പെടെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അതിൽ പലരും ബോത്ത് ഗ്രൂപ്പ് പഠിച്ച് പാസ്സായതാണ്. സിംഗിൾ ഗ്രൂപ്പ് ആദ്യം ഒരു ഗ്രൂപ്പ് പാസ്സായി, ഇനി ഒന്നും കൂടെ ബാക്കിയുണ്ട്. അല്ലെങ്കിൽ ഒരെണ്ണം പാസ്സായി റിമൈനിങ് ഗ്രൂപ്പ് പഠിച്ച് പാസ്സായി ഇന്റർ ക്ലിയർ ചെയ്ത ആൾക്കാരൊക്കെയാണ് അതിലുള്ളത്. റിസൾട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 70+ സ്റ്റുഡൻസ് ആണ് ലാസ്റ്റ്, അതായത് ഡിസംബർ 24 പാസ്സായി. നമ്മുടെ ഈ എക്സാമിന്റെ റിസൾട്ട് ഇനി വരാൻ പോണതേ ഉള്ളൂ. ഇത് ഇതിനേക്കാളും ഗംഭീര റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം 70+ സ്റ്റുഡൻസ് റിസൾട്ട് പാസ്സായി എന്ന് പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ നോക്കിയോ. കേരളത്തിലെ പ്രമുഖരായിട്ടുള്ളതും ആര് വേണമെങ്കിലും നോക്കിയോ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണമെങ്കിൽ നോക്കിയോ, ആർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു അടിപൊളി റിസൾട്ടാണിത്. ഇത് മാത്രമല്ല, അതിന് മുന്നേ ഒരു 54, ദെൻ ഒരു 75, പിന്നെ വീണ്ടും ഒരു 50. അതിന് മുന്നേ ഉള്ള എക്സാമിനല്ലേ 150+ സ്റ്റുഡൻസ് വരെ നമ്മുടെ ഒരു പ്രാവശ്യം സിംഗിൾ ടേമില് പഠിച്ച് പാസ്സായ വർഷങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. എങ്കിലും ഞാൻ പറയാണ് മക്കളെ, നിങ്ങൾക്ക് ഈ വരുന്ന ജൂൺ അല്ല, ഡിസംബർ 2025 എക്സാമിനേഷൻ പഠിച്ച് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഡെഫിനറ്റ്ലി. അപ്പോൾ ഈ കാണുന്ന റിസൾട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ പബ്ലിസിറ്റി. ഈ കാണുന്ന റിസൾട്ടാണ് എനിക്കുള്ള ഏറ്റവും വലിയ മാർക്കറ്റിംഗ്. അപ്പോൾ ഈ ഈ ഈ ബ്രൗസറിനോടൊപ്പം അടുത്ത പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും. ശരി, അപ്പൊ നമുക്ക് ഈ ഒരു ബാച്ചിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ ബാച്ചിന്റെ പേര് ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് എന്നാണ്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ ആൾക്കാർ പലരും ജഡ്ജ് ചെയ്യും, സാറേ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ്സോ? ഈ ഫാസ്റ്റ് ട്രാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് ആണോ ഇത്? ക്രാഷ് കോഴ്സ് അല്ലല്ല. അപ്പൊ നിങ്ങൾ ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പഠിക്കാനുള്ള ഒരു ചെറിയ സമയം പോലും വേസ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കാണാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണോ അപ്പോൾ മുതൽ എൻഡ് ചെയ്യുന്ന അപ്പം വരെയും 100% എഫിഷ്യൻസിയിൽ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം. അതായത് ഒരു ഓൺലൈൻ ക്ലാസിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ടൈമാണ്. നമുക്കിപ്പോൾ രാവിലെ 9 മണിക്ക് ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ 9 മണിക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ മഴയായിരിക്കാം, നെറ്റ് ഉണ്ടാവില്ല, അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂസ് പലർക്കും ഫേസ് ചെയ്യേണ്ടി വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മൈക്കിന്റെ ഇഷ്യൂസ്, നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ്, സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുന്നത്. ഇനി സപ്പോസ് ഒരു ക്ലാസ് നമ്മൾ മിസ്സായി പോയി കഴിഞ്ഞാൽ ആ ക്ലാസിന്റെ റെക്കോർഡിങ്സ് പിന്നെ കാണാമെന്ന് പറഞ്ഞാൽ അതിലും പരിപാടി വേറെ ഒന്നുമില്ല. കറക്റ്റ് അല്ലേ? ശരി, ഞാൻ ഈ ഫാസ്റ്റ് ട്രാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മിനിമൽ ടൈം കൊണ്ട് മാക്സിമം എഫിഷ്യൻസിയിൽ പഠിക്കാം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, ഇതുപോലെ ആയിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവും. നമ്മളൊരു പ്രോപ്പർ ടൈം ടേബിൾ വെച്ചിട്ട് ദിവസം 2 സബ്ജക്ട് മാത്രമേ പഠിക്കൂ. എല്ലാ ദിവസവും വെറും 2 സബ്ജക്ട് മാത്രം നമ്മൾ പഠിക്കും. അങ്ങനെ ഒരു സ്ലോലി നമ്മൾ പഠിച്ച് ഈ സംഭവം തീർക്കാനുള്ള ഫുൾ പ്ലാൻ ആയിരിക്കും നമുക്ക് ഈ ഒരു ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടാകുന്ന ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാണ്ട് സ്റ്റാർട്ട് ചെയ്ത അപ്പം മുതൽ എൻഡ് ചെയ്യുന്ന അപ്പം വരെയും നിങ്ങളുടെ ടൈമിനെ ഏറ്റവും നന്നായിട്ട് വാല്യൂ ചെയ്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ക്ലാസ് ആയിരിക്കും. അപ്പോൾ മിനിമൽ ടൈമിൽ മാക്സിമം എഫിഷ്യൻസിയിൽ പഠിക്കാം. അതാണ് ഞാൻ ഒരു ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ല, ഇതൊരു ക്രാഷ് കോഴ്സ് അല്ല, നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ് ആണ്, ഡീറ്റെയിൽഡ് ലെക്ചർ ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ പഠിക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോമിസ് തരാം, നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റിന്റെ ഒരു 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 98% ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. 100% ഒരു അതിശോക്തിയല്ലേ? സത്യത്തിൽ നമുക്ക് ഒരിക്കലും 100% നൂക്ക് ആൻഡ് കോർണർ ഒന്നും തിയറി ഉൾപ്പെടെ പറയാൻ പറ്റില്ല. അപ്പോൾ ചിലതൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കാനൊക്കെ നമ്മൾ പറയും. ഒരു 98%. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ പഠിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ടേക്ക് പോകാം. ഒന്നും മിസ് ചെയ്തില്ല. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് പ്രോബ്ലം പേപ്പേഴ്സ് ഇല്ലുസ്ട്രേഷൻസ് ഇല്ലേ?
കോസ്റ്റിംഗിലുണ്ട്, OMSM-ലുണ്ട്, അക്കൗണ്ടൻസിയിലുണ്ട്. ഇങ്ങനെയുള്ള പ്രോബ്ലം പേപ്പേഴ്സിലെല്ലാം ഇലുസ്ട്രേഷൻസ് ഉണ്ട്. ഇതിലെ എല്ലാ ഇലുസ്ട്രേഷൻസും ഇപ്പോൾ ഒരു 10 ഇലുസ്ട്രേഷൻ ആണ് നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടെങ്കിൽ ആ 10ൽ 9 ഇലുസ്ട്രേഷനും നമ്മൾ ചെയ്യും. ചിലപ്പോൾ ഒരെണ്ണം മിസ് ചെയ്യുന്നത് സിമിലർ നേച്ചറിലുള്ളതാവാം, അത് മിസ് ചെയ്തില്ല, മിക്കതും നമ്മൾ 100 ഔട്ട് ഓഫ് 100 ഇലുസ്ട്രേഷൻസും ചെയ്യും. ഇനി ചില പിള്ളേർ വരും, സാറേ GST-യിൽ 100, 110, 150 ഇലുസ്ട്രേഷൻ ഉണ്ട്, അത് ഓരോന്നും ചെയ്യണ്ടേ? അത് നമുക്കൊരു എന്താ GST എന്ന് പറയുന്ന ഒരു ടാക്സ് എന്ന് പറയുന്ന ലോ ആണ്. ആ ലോയിൽ ഒരു പ്രൊവിഷൻ പറയുന്നു, അത് എങ്ങനെയാ വന്നത് എന്ന് ഒരു ന്യൂമറിക്കൽ കാണിക്കാനാണ് ഇലുസ്ട്രേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ GST കാര്യം മാത്രം നിങ്ങൾ പറയരുത്, കാരണം ഒരു ചാപ്റ്ററിൽ 100 ഇലുസ്ട്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയായിരിക്കും പോണത്. ഓക്കെ, അപ്പൊ ഞാൻ ഇലുസ്ട്രേഷൻ എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് പറയരുത്, പിന്നെ ഒരു പരാതി, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഐറ്റംസും പഠിച്ചുകൊണ്ട്. അപ്പൊ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ വേർഡ് ഞാൻ ടൈമിനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിരിക്കുക. ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യാണ്ട് ടൈമിന്റെ ലക്ഷറി ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, സിനിമ കാണാൻ പോകണം, കല്യാണങ്ങൾക്ക് പോകണം, കൂട്ടുകാരുടെ ജോളി അടിച്ച് നടക്കണം, കുറച്ച് കറങ്ങി നടക്കണം, കുറച്ച് ഉഴപ്പണം, അതിനുശേഷം പഠിക്കണം. ആ ടൈമിന്റെ ലക്ഷറി എൻജോയ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ പഠിക്കാൻ പോണത് CMA ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ഒരു സബ്ജക്ട് പഠിക്കുന്നത് എന്നാണ് നമ്മുടെ ധാരണ. അല്ലാതെ ഒരിക്കലും നമ്മൾ പറയില്ല നിങ്ങൾ മുന്നേ ഉള്ള ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ടാവില്ലേ, നിങ്ങൾ ഡിഗ്രിയിൽ ഇത് പഠിച്ചിട്ടുണ്ടാവില്ലേ എന്നും ആരും നിങ്ങളോട് പറയില്ല. നമ്മൾ പഠിക്കാൻ പോണ എല്ലാ സബ്ജക്ട്സും ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്നൊരു ഉദ്ദേശത്തിൽ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. അതുകൊണ്ട് 0 to 100 ആണ് നമ്മുടെ ലക്ഷ്യം. 0 to 100 ആണ് ലക്ഷ്യം. നമ്മൾ ആദ്യമേ പഠിക്കാൻ പോണത് A, then B, then C, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് വെച്ച് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഓരോ സ്റ്റുഡൻസും ആദ്യമായിട്ടാണ് ആ സബ്ജക്ട് പഠിക്കാൻ പോണത്. ആ ഒരു പാറ്റേണിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. ശരി, ഞാൻ ക്ലാസ്സിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുന്നതിന് മുന്നേ നമ്മുടെ ഫാക്കൽറ്റീസിനെയൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം. ഈ കാണുന്നത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഫാക്കൽറ്റി പൂളാണ്. നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ശരി, അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഫാക്കൽറ്റീസിനെയും പരിചയപ്പെടുത്തി തരാം, അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ പേപ്പേഴ്സും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ശരി, നിങ്ങളുടെ ഫസ്റ്റ് പേപ്പർ നമ്പർ 5 ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് ആണ്. എന്താണ്? ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്. ശരി, ഈ പേപ്പർ ഡീൽ ചെയ്യുന്നത് ശ്രീലക്ഷ്മിയാണ്. ഈ പേപ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം, ഇത് എല്ലാ ആൾക്കാർക്കും ഈ ഒരു പേപ്പർ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തിയറി സബ്ജക്ട്സ് പഠിക്കാൻ ഭയങ്കര പാടാണ്. എസ്പെഷ്യലി സോഷ്യൽ സ്റ്റഡീസ്. നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കത്തില്ലേ, ആ സബ്ജക്റ്റിന് മിക്ക പ്രാവശ്യവും എനിക്ക് പണി കിട്ടുന്ന സബ്ജക്റ്റാണ് ഈ പറഞ്ഞ സോഷ്യൽ സ്റ്റഡീസ്. CMA-ലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പണി തന്ന സബ്ജക്റ്റിൽ ഒന്നാണ് ഈ പറഞ്ഞ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്. കാരണം കുറെ തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ സെൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും നമ്മൾ കുറെ വാരി വലിച്ച് എഴുതി, അല്ലെ, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചധികം എഫേർട്ട് ഇടണം. ചിലർക്ക് ഈ പറഞ്ഞ തിയറി പേപ്പർ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ശരി, അപ്പൊ നമ്മുടെ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് എന്ന് പറഞ്ഞ പേപ്പർ ഡീൽ ചെയ്യുന്നത് ശ്രീലക്ഷ്മി. ഈ ക്ലാസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയോ, നിങ്ങൾക്ക് ശ്രീലക്ഷ്മി നല്ല അടിപൊളി നോട്ട് പ്രൊവൈഡ് ചെയ്യും. നല്ല സൂപ്പർ നോട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ആ നോട്ടിലുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് എക്സാമിന് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബ്രീഫ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ നോട്ട്സ് ഉണ്ടാവുക. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പ്രിന്റ് എടുക്കാനും നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റ് പേപ്പർ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്, അത് ഡീൽ ചെയ്യുന്നത് ശ്രീലക്ഷ്മിയാണ്. അപ്പൊ ശ്രീലക്ഷ്മി നിങ്ങൾക്ക് നല്ല അടിപൊളി നോട്ട്സ് കൂടി ഇതിന് പ്രൊവൈഡ് ചെയ്യും. ആ നോട്ട്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ഇന്ന് വരെ ആരും നെഗറ്റീവ് പറയാത്ത ഒരു സബ്ജക്ട്, ഒരു ഫാക്കൽറ്റിയാണ് ശ്രീലക്ഷ്മി. അപ്പൊ ശ്രീലക്ഷ്മിയുടെ നോട്ട്സിൽ എനിക്ക് 100% ഗ്യാരണ്ടി ഉണ്ട്. ശ്രീലക്ഷ്മി ആയിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് പേപ്പർ നമ്പർ 5 ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് ഡീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഉണ്ട് ഒരു തിയറി സബ്ജക്ട്, ഓഡിറ്റിംഗ്. സത്യം പറഞ്ഞ ഓഡിറ്റിംഗ് പ്രാക്ടിക്കൽ സബ്ജക്ട് ആണ്. ഇന്റർമീഡിയറ്റിൽ നമുക്ക് തിയറിറ്റിക്കൽ ആയിട്ട് മാത്രമേ എനിക്ക് പഠിക്കാനുള്ളൂ. ആ ഓഡിറ്റിംഗ് സബ്ജക്റ്റും ഡീൽ ചെയ്യുന്നത് ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി നിങ്ങൾക്ക് ഓഡിറ്റിംഗിന് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നോട്ട്സ് ഉൾപ്പെടെ ഫുൾ ഐറ്റംസും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ലോയ്ക്ക് നോട്ട്സ് ഉണ്ടാവും, ഓഡിറ്റിംഗിന് നോട്ട്സ് ഉണ്ടാവും, അത് ശ്രീലക്ഷ്മി ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് നോക്കണം, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കണം. എന്തിനാണെന്നറിയോ, നമ്മൾ പഠിക്കാനുള്ള ഏതെങ്കിലും കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടോ എന്ന് പറയാൻ നിങ്ങൾ മെറ്റീരിയൽ നോക്കണം. അത് മാത്രമല്ല, ചെറിയ എന്തെങ്കിലും ഇലുസ്ട്രേഷൻസോ ചെറിയ MCQസോ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിരിക്കില്ലേ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ തുറന്നാൽ മതി. ലോയുടെയും ഓഡിറ്റിംഗിന്റെയും കാര്യം കോൺഫിഡന്റ് ആണ് 100%. നമ്മുടെ അടുത്ത പേപ്പർ, ഏറ്റവും ഇമ്പോർട്ടന്റ് പേപ്പറുകളിൽ ഒരെണ്ണമാണ് അക്കൗണ്ടിംഗ് പേപ്പർ. ഫസ്റ്റ് ഗ്രൂപ്പിന് അക്കൗണ്ടിംഗ് ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിന് അക്കൗണ്ടിംഗ് ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ അക്കൗണ്ടിംഗ് പേപ്പറിന്റെ പേരാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്. സെക്കൻഡ് ഗ്രൂപ്പിന്റെ അക്കൗണ്ടിംഗിന്റെ പേരാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്. കറക്റ്റ് അല്ലേ? ആ അക്കൗണ്ടൻസി പേപ്പർ ഡീൽ ചെയ്യുന്ന നമ്മുടെ അക്കൗണ്ട്സ് സ്പെഷ്യലിസ്റ്റ് ആണ് CMA ടിസ. ഒരു ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ അക്കൗണ്ടൻസി പഠിപ്പിച്ച് മുന്നോട്ടേക്ക് പോണ ഒരു ഫാക്കൽറ്റിയാണ് ടിസയുടെ പ്രത്യേകത എന്താണെന്നറിയോ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ 10 ഇലുസ്ട്രേഷൻസിൽ നമ്മൾ ഒരു 8 എണ്ണോ 9 എണ്ണോ ചെയ്യും, ഒരെണ്ണം ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ തരുമെന്ന്. ടിസ നിങ്ങൾക്ക് 10ൽ 10 ഇലുസ്ട്രേഷൻസും ചെയ്തു തരും.
ലാസ്റ്റ് ഉള്ള ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 10 ഇലുസ്ട്രേഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ ആ 10 ഇലുസ്ട്രേഷൻസ് പഠിപ്പിച്ചിട്ട് തന്നെ ആയിരിക്കും ടിസൺ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടൻസി പേപ്പർ ഒരു അക്കൗണ്ടൻസി എക്സ്പേർട്ടിന്റെ കയ്യിൽ ഭദ്രമാണ്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ അക്കൗണ്ടൻസി ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും സെക്കൻഡ് ഗ്രൂപ്പിന്റെ അക്കൗണ്ടൻസി ആയിട്ടുള്ള കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗും CMA ടിസ ഡീൽ ചെയ്തോളൂ. ഓക്കെ, ശരി. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേപ്പറാണ് എന്ത്, ടാക്സേഷൻ, ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. ഈ രണ്ട് പേപ്പറും ഡീൽ ചെയ്യുന്ന ഞാനാണ് മക്കളെ. ശരി, ഇതില് ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സിലും ഏറ്റവും വലിയ പ്രശ്നക്കാരനാണ് ഓരോ വർഷവും നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ വന്നിട്ട് പറയുന്ന ബജറ്റ് അല്ലെ, അനൗൺസ് ചെയ്യുന്ന ബജറ്റ്. വില്ലനല്ലേ? അതെ. ഇപ്രാവശ്യം നിങ്ങൾക്ക് ആ ബജറ്റിന് പണിയുണ്ട്. കാരണം എന്തെന്നറിയോ? ഈ വരുന്ന എക്സാമിനേഷന് നിങ്ങൾക്ക് ബജറ്റ് 2 എണ്ണം പഠിക്കാനുണ്ട്. ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന ഇലക്ഷൻ ഇയർ ആയിരുന്നു. ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് ഇലക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഇന്ററിം ബജറ്റ് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഒരു ഫൈനൽ ബജറ്റ് പബ്ലിഷ് ചെയ്തു. അപ്പൊ ഇന്ററിം ബജറ്റിന്റെ ചേഞ്ച് നിങ്ങൾക്ക് പഠിക്കണം, ഫൈനൽ ബജറ്റിന്റെ ചേഞ്ചും പഠിക്കണം. അത് ഈ വരുന്ന ഡിസംബർ എക്സാമിനേഷനും കൂടി നിങ്ങൾ ഇത് പഠിക്കണം. ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ, ഡിസംബർ കൂടെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പുതിയ ബജറ്റാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ആ പറഞ്ഞ 2 ബജറ്റിന്റെയും ഡിഫറൻസ് പഠിക്കാനുണ്ട്. മുന്നേ പഠിച്ചിട്ടുള്ള ആൾക്കാർ ഉൾപ്പെടെ ഞാൻ പറയും, ഉറപ്പായിട്ട് നിങ്ങൾ ഡയറക്ട് ടാക്സിന്റെ ക്ലാസ് കണ്ടു തന്നെ പഠിക്കണം. കാരണം മക്കളെ ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻ, ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞ കുറേ ചേഞ്ചസ് ഉണ്ട്. ഈ വീഡിയോ കാണുന്നതിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ആൾക്കാർ നിങ്ങൾ ഒരു ടെൻഷനും എടുക്കണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഐറ്റംസും, ഈ പറഞ്ഞ ചേഞ്ചസും ഈ പറഞ്ഞ ബജറ്റും അതിൽ വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ ഡയറക്ട് ടാക്സിനും ഇൻഡയറക്ട് ടാക്സിനും ഫുൾ ഫ്ലെഡ്ജ് നോട്ട്സും ഉണ്ടാവുകയും നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ എക്സാമിന് കയറുന്നതിന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യാൻ, അതിൽ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാണ്ട് കംപ്ലീറ്റ്ലി പഠിച്ച് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ നോട്ട്സ് ഉണ്ടാവുക. അതും ഫുള്ളി അമൻറ്റഡ് ആയിട്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ എല്ലാ നോട്ടുകളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പ്രിന്റ് എടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ശരി, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കോസ്റ്റിംഗ് പേപ്പർ. കോസ്റ്റിംഗ് 2 പേപ്പർ ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിനും കോസ്റ്റിംഗ് ഉണ്ട്, അതിന്റെ പേരാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. സെക്കൻഡ് ഗ്രൂപ്പിനും കോസ്റ്റിംഗ് ഉണ്ട്, അതിന്റെ പേരാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ശരി, അപ്പൊ നമ്മുടെ കോസ്റ്റിംഗ് ഫാക്കൽറ്റി ആണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള വിഷ്ണു സാർ. അപ്പൊ വിഷ്ണു സാർ ആയിരിക്കും നിങ്ങൾക്ക് കോസ്റ്റിംഗ് പേപ്പർ ഡീൽ ചെയ്യുന്നത് മക്കളെ. വിഷ്ണു സാർ നല്ല അടിപൊളിയായിട്ട് സൂപ്പർബായിട്ട് നിങ്ങളുടെ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്ട് ആസ് എ കോസ്റ്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കോസ്റ്റ് അക്കൗണ്ടന്റ് ആവുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട പേപ്പറാണ് കോസ്റ്റിംഗ്. ആ കോസ്റ്റിംഗ് പേപ്പർ ഡീൽ ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള വിഷ്ണു സാർ ആയിരിക്കും. വിഷ്ണു സാർ നിങ്ങൾക്ക് സൂപ്പർബായിട്ട് ഈ പേപ്പർ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഇലുസ്ട്രേഷൻസും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും. എക്സാമിന് വേണ്ടിയിട്ട് ലാസ്റ്റ് നിമിഷം ഡൗട്ട് ചോദിച്ചാൽ പോലും, ഇത് ഇപ്പൊ നടന്ന എക്സാമിനൊക്കെ പിള്ളേർ എക്സാമിന് കയറുന്നതിന് തൊട്ട് മുന്നേയൊക്കെ ഡൗട്ട് വയ്ക്കുന്നത്, ആ ഡൗട്ടുകൾ പോലും വിഷ്ണു സാർ സമയം കണ്ടെത്തി ക്ലിയർ ചെയ്ത് കൊടുത്തെല്ലാം സെറ്റ് ആക്കിയിട്ടാണ് എക്സാമിന് പോയത്. അപ്പൊ വിഷ്ണു സാർ ആയിരിക്കും നിങ്ങൾക്ക് ഈ വരുന്ന നിങ്ങളുടെ കോസ്റ്റിംഗ് പേപ്പർ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കോസ്റ്റിംഗും സെക്കൻഡ് ഗ്രൂപ്പിന്റെ കോസ്റ്റിംഗ് ആയിട്ടുള്ള മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പേപ്പറും ഡീൽ ചെയ്യുന്നത്. ശരി, ഇനി അടുത്തത് 2 സബ്ജക്ട് മാത്രമേ ഇനി പറയാൻ പെൻഡിംഗ് ഉള്ളൂ. ഒന്ന് പേപ്പർ നമ്പർ 9, സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഫസ്റ്റ് പേപ്പർ എന്താ, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, OMSM എന്നാണ് ആൾക്കാർ, OPMSM എന്നാ പറയാം. ശരി, ഞാൻ ഓപ്പറേഷൻസ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് എഴുതിയിരുന്ന സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ പേപ്പർ ഡീൽ ചെയ്യുന്നത് ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള ജേക്കബ് തോമസ് ആണ്. ജേക്കബ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ പേപ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണം. നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഒരു സ്കോറിംഗ് പേപ്പറാണ് ഈ പറഞ്ഞ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ പേപ്പർ 50 മാർക്സ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിനാണ്. അതിന് നിങ്ങൾക്ക് നോട്ട്സ് ഉൾപ്പെടെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാം. ബാക്കി 50 മാർക്സ് ആണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഉള്ളത്. ഇതിൽ നമുക്ക് പഠിക്കാൻ ഒരു എന്താ തലപുകഞ്ഞ് നമ്മൾ അക്കൗണ്ടൻസിയിൽ മനസ്സിലാക്കുന്നതോടുള്ള ലോജിക്കുകളോ അല്ലെങ്കിൽ നമ്മളെ കുഴപ്പിക്കുന്ന അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിലെ പോലത്തെ ക്വസ്റ്റ്യൻസോ ഒന്നും ഇതിൽ ചോദിക്കില്ല. ഇതിൽ കുറെ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന, അവർ ഡിറൈവ് ചെയ്തിരിക്കുന്ന കുറെ അസംഷൻസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള കുറച്ച് മെത്തേഡ്സാണ്. ആ മെത്തേഡ്സിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഒരു സ്കോറിംഗ് പേപ്പറാണ് OMSM. ജേക്കബ് സാർ ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിക്കാം. ജേക്കബ് ഒരു ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. അപ്പൊ ജേക്കബ് സാർ ആയിരിക്കും നമുക്ക് ഈ പറഞ്ഞ OMSM പേപ്പർ ഡീൽ ചെയ്യുന്നത്. ഇനി ഒരു പേപ്പറും കൂടെ ഉള്ളൂ, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഇത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഡേറ്റാബേസ് അനലിറ്റിക്സ്, ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു പേപ്പറും കൂടി ഇതിന്റെ കൂടെ ഉണ്ട്, 20 മാർക്കിന്. അപ്പോൾ ആ പേപ്പർ എല്ലാ ആൾക്കാർക്കും ഫ്രീ ആണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് ഈ പേപ്പർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഈ ക്ലാസ് കാണാൻ നമ്മൾ യൂട്യൂബിൽ കുറച്ച് കഴിയുമ്പോൾ പബ്ലിഷ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അതിവിടെ എഴുതാഞ്ഞത്, അത് മാത്രമുള്ള സ്ഥലവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിൽ ഏറ്റവും മെയിൻ ടോപ്പിക് FM, ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒരു എക്സ്പേർട്ട് ആണ് CMA ജോയൽ. അപ്പൊ ജോയൽ ഒരു ക്വാളിഫൈഡ് CMA ആണ്. ജോയൽ ആയിരിക്കും നമുക്ക് ഈ പറഞ്ഞ FM പേപ്പർ ഡീൽ ചെയ്യുന്നത്. പ്രോബ്ലം പേപ്പറാണ്, പക്ഷേ ഇമ്പോർട്ടന്റ് പേപ്പറാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഇതിലെ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. ഈ പേപ്പർ ഡീൽ ചെയ്യുന്നത് ജോയൽ ആയിരിക്കും. ജോയൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയട്ടെ മക്കളെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള 100% ടോപ്പിക്കില് 98% ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യും.
എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ 100 കവർ ചെയ്യും. എങ്കിലും ഞാൻ ചുമ്മാ ഒരു 98% ടോപ്പിക് കവർ ചെയ്യും. നമ്മൾ പഠിക്കാൻ പോണത് ABCD മുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ സ്ക്രാച്ചിൽ നിന്ന്, സീറോയിൽ നിന്നായിരിക്കും നമ്മൾ പഠിക്കാൻ പോണത്. പഠിക്കാനുള്ള ABCD സബ്ജക്ട് ഇൻട്രൊഡക്ഷൻ തൊട്ടായിരിക്കും നമ്മൾ ഫുൾ ഐറ്റംസും പഠിക്കാൻ പോണത്. പതിയെ പഠിക്കുള്ളൂ. ദിവസം 2 ക്ലാസ് മാത്രം കണ്ടുകൊണ്ട് പതിയെ നമുക്ക് പഠിക്കാം, പതിയെ പഠിച്ചു തീർക്കാം. ഇനി നോട്ട്സ് ഉള്ള സബ്ജക്ട് ഏതൊക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്നാലും ഞാൻ ഒന്നും കൂടി പറയാം. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് നോട്ട്സ് ഉണ്ടാവും. ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് രണ്ടിനും നോട്ട്സ് ഉണ്ടാവും. അതുപോലെ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് നോട്ട്സ് ഉണ്ടാവും. കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗിന്റെ നോട്ട്സ് ഉണ്ടാവും. ഇനി ഇത്രേ ഉള്ളൂ. ഇതിനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫുൾ ഫ്ലെഡ്ജ് നോട്ട്സ് ഉണ്ടാവും. ബാക്കി സബ്ജക്റ്റിനൊന്നും നോട്ട്സിന്റെ ആവശ്യമില്ല. സപ്പോസ് എന്തെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ആ നോട്ട്സ് അപ്പം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ മക്കളെ? പ്രശ്നമൊന്നുമില്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫാക്കൽറ്റീസ്, ഇതാണ് എന്റെ ടീം. ഞാൻ പ്രൗഡായിട്ട് പ്രസന്റ് ചെയ്യുന്ന എന്റെ ടീമാണിത്. ഞാൻ ലാസ്റ്റ് പറഞ്ഞ 150, 50, 70, 75+ സ്റ്റുഡൻസ് ഒക്കെ പാസ്സായത് ഈ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇനിയും ചെയ്യും. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണം, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ വന്ന് ഒന്നും അറിയാത്ത ആ ഒരു ഫീൽഡിൽ ആദ്യമായിട്ട് വന്ന് നിൽക്കുന്ന ഒരു സ്റ്റുഡന്റിനോട് അത്രയും പ്രൊഫഷണൽ ആയിട്ട് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇന്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്ത, അറ്റ്ലീസ്റ്റ് ഇന്റർമീഡിയറ്റ് എങ്കിലും ക്വാളിഫൈ ചെയ്ത, ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട് എങ്കിലും ഞാൻ പറയണം, ഇന്റർമീഡിയറ്റ് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. ഇന്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പിലാണ് നിങ്ങളുടെ. അപ്പൊ നമ്മുടെ അനിയന്മാർക്കും നമ്മുടെ അനിയത്തിമാർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെ? നിങ്ങൾക്ക് കോളേജിലും സ്കൂളിലും ഒക്കെ ചിലപ്പോൾ അങ്ങനെ സീനിയേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കസിൻ ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ ഉണ്ടാവും ഈ പഠിച്ച സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, ഇല്ലേ? അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മുടെ അനിയത്തിമാരും അനിയന്മാരുമാണ്, അത് നമ്മുടെ ജൂനിയേഴ്സ് ആണ്. നമ്മുടെ മെന്റർഷിപ്പ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായി മക്കളെ? ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസിന്റെ ഫോമാറ്റ്. അല്ലാതെ ഒരു സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പിനെക്കാളും ഉപരി ഒരു മെന്റർ, ഒരു സീനിയർ, ഒരു ചേട്ടൻ, ഒരു ചേച്ചി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈബില് ക്ലാസ് എടുക്കാനായിരിക്കും നമ്മൾ നോക്കുക. ഇനി ഒരാളോട് പറയട്ടെ, ഓൺലൈൻ ക്ലാസ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ എപ്പോൾ വേണമെങ്കിലും വരാം, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടുകൾ സോൾവ് ചെയ്യാനായിട്ട് ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ഗ്രൂപ്പ്, അതായത് ഓരോ സബ്ജക്റ്റിന്റെ ഫാക്കൽറ്റീസും ആ സബ്ജക്ട്സ് പർച്ചേസ് ചെയ്ത സ്റ്റുഡൻസ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് ഷെയർ ചെയ്യാം, വോയിസ് മെസ്സേജ് അയച്ച് ഡൗട്ട്സുകൾ ചോദിക്കാം. ഫാക്കൽറ്റീസ് അവരുടെ ടൈം അനുസരിച്ചിട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനം സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഡൗട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫാക്കൽറ്റി സോൾവ് ചെയ്യണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അവരവരുടെ ടൈം അനുസരിച്ചിട്ട് വീക്കിലി ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ, അങ്ങനെയൊന്നും ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അവർ നിങ്ങൾ ഡൗട്ട് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം പറ്റുന്ന ആസ് സൂൺ ആസ് പോസിബിൾ ചിലപ്പോൾ അപ്പൊ തന്നെ ഡൗട്ടുകൾ സോൾവ് ചെയ്ത് തരും. അപ്പൊ നമ്മുടെ ഫാക്കൽറ്റീസിനെ മനസ്സിലായില്ലേ, നമ്മുടെ സബ്ജക്ട് പരിചയപ്പെട്ടില്ലേ? പക്ഷെ സാറേ, ഞങ്ങൾക്ക് ഇനിയും മനസ്സിൽ കുറെ ഡൗട്ടുകളുണ്ട്. ഒന്നാമത്തെ, എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യേണ്ടത്? എനിക്കറിയാം, നമ്മളെ വീഡിയോ കാണുന്നതിൽ മെജോറിറ്റി ആൾക്കാരും ചിലപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോബ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളവരായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാവാം. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട, ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു സബ്ജക്റ്റിന് 30 ലെക്ചേഴ്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. എത്ര ലെക്ചേഴ്സാണ് മക്കളെ? 30 ലെക്ചേഴ്സ്, 30 ലെക്ചേഴ്സ് ആണ് ടാർഗറ്റ്. അപ്പൊ ഈ പറഞ്ഞ ഓരോ സബ്ജക്റ്റിനും മിനിമം 30 ലെക്ചേഴ്സ് ഉണ്ടാവും. അക്കൗണ്ടൻസിങ് ഉണ്ടാവും, ലോയ്ക്ക് ഉണ്ടാവും, ഡയറക്ട് ടാക്സിന് 30 സെപ്പറേറ്റ് ഉണ്ടാവും, ഇൻഡയറക്ട് ടാക്സിന് 30 ഉണ്ടാവും. ഇതിൽ ഇൻഡയറക്ട് ടാക്സിന് 30 ഇല്ല, ഒരു 24 ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് ആവും. ഡയറക്ട് ടാക്സിന് ഓൾമോസ്റ്റ് 30 ഉണ്ട്, ഒരു 29 ലെക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ടോപ്പിക് ആണ്. ചിലതിന് നമ്മൾ 30 എന്ന് പറയുന്നത് ചിലപ്പോൾ 32 പോയിട്ടുണ്ട് ചില സബ്ജക്റ്റ്. അപ്പൊ മാനേജ്മെന്റ് അക്കൗണ്ടിങ് കുറച്ച് ലെങ്തി ആണ്, അപ്പോൾ അത് 32 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്നാലും ഒരു ആവറേജ് 30 ലെക്ചേഴ്സ് ആണ് നമുക്ക് ഒരു സബ്ജക്റ്റിനുള്ളത്. എത്ര ലെക്ചേഴ്സ് മക്കളെ? 30 ലെക്ചേഴ്സ്. ഓക്കെ, ഒരു ദിവസം ഒരു ഗ്രൂപ്പിന്റെ 2 ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. 2 സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു ദിവസം ഒരു ഗ്രൂപ്പിന്റെ 2 സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോ ടൈം ടേബിൾ എങ്ങനെ വരാന്ന് പറയാം. ഇപ്പൊ ഫസ്റ്റ് ഡേ പേപ്പർ നമ്പർ 5 ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സും അക്കൗണ്ടൻസി ആണെങ്കിൽ, അടുത്ത ദിവസം പേപ്പർ നമ്പർ 7ഉം 8ഉം ആയിരിക്കും. അത് കഴിഞ്ഞ് വരുന്ന ദിവസം വീണ്ടും 5ഉം 6ഉം അക്കൗണ്ടൻസിയും ലോയും, ദെൻ ടാക്സും കോസ്റ്റിങ്ങും. സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് പോകണമെങ്കിൽ സെയിം. ആദ്യത്തെ ദിവസം ചിലപ്പോൾ കോർപ്പറേറ്റ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റും കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ആയിരിക്കും. ദെൻ നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റും മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരും. ഇങ്ങനെ ഒരു സബ്ജക്റ്റിന് 30 ലെക്ചേഴ്സ് വെച്ചിട്ട്. ശരി, 30 ലെക്ചേഴ്സ് കൊണ്ടൊക്കെ പഠിച്ചു തീർക്കാൻ പറ്റുമോ? നിങ്ങൾ ആ ഒരു ഡൗട്ട് ഒന്നും നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട. നിങ്ങൾ ഒരു ചെറിയ എമൗണ്ട് പേ ചെയ്ത് ക്ലാസ്സിൽ കയറി,
അല്ലെ? അപ്പൊ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം പഠിപ്പിച്ച് തീർത്ത് വളരെ സ്ട്രെച്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ഹരിയൊന്നും ഇല്ലാണ്ട് കാമായിട്ട് തന്നെ പഠിച്ചു തീർക്കാനുള്ള ടൈമുണ്ട്. അപ്പൊ ആ ടൈം കൊണ്ട് ഈ പറയുന്ന ടാർഗറ്റ് ഫിക്സ് ചെയ്ത് തീർക്കുക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫാക്കൽറ്റി പൂളിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളത് ചെയ്തോളാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദിവസം 2 ക്ലാസ് അല്ലേ, ആ 2 ക്ലാസ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞതാ. ഒരു അറൌണ്ട് ആവറേജ് 30 ലെക്ചേഴ്സ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ശരി, ലെക്ചേഴ്സിന്റെ ഡ്യൂറേഷൻ അതുപോലെ സമയം, ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺലൈൻ ക്ലാസ് ആണ്, സമയമില്ല സാർ പഠിക്കാൻ. വേറെ ജോബിന് പോകണം, ട്രെയിനിങ്ങിന് പോകണം, എല്ലാ പ്രശ്നമല്ലേ? ഒരു പ്രശ്നമില്ല, ഞാൻ പറഞ്ഞത്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ 9 മണി, അതാണ് നമ്മുടെ ടൈം. എല്ലാ ദിവസവും രാവിലെ 9 മണിയാകുമ്പോൾ ഞാൻ ഈ പ്രോമിസ് ചെയ്ത 2 സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യും. 2 സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യും. ശരി, നിങ്ങൾക്ക് 9 മണിക്ക് കാണാൻ പറ്റുമെങ്കിൽ ഓക്കെ, വെരി ഗുഡ്, ഒരു കുഴപ്പമില്ല. ആദ്യമേ ഒരു ലെക്ചർ കാണാം, 9 മണി കഴിഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു ലെക്ചർ ആണോ അല്ലെങ്കിൽ വൈകിട്ട് ഒരു ലെക്ചർ ആണോ, നിങ്ങളുടെ ഇഷ്ടം, കണ്ടു തീർക്കാം. ഇനി 9 മണിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ രാവിലെ ജോബിന് പോകില്ലേ, പൊക്കോ. എന്നിട്ട് അതിനുശേഷം രാത്രി വന്നിട്ട് കണ്ടാൽ മതി. ആ 2 ലെക്ചേഴ്സും അവിടെ തന്നെ ഉണ്ടാവും. ഇനി ഒരു ദിവസം കാണാൻ പറ്റിയില്ല, പ്രശ്നമില്ല. നമ്മൾ എപ്പോഴാണോ ആ ലെക്ചേഴ്സ് ടൈം ടേബിൾ അനുസരിച്ച് പബ്ലിഷ് ചെയ്യുന്നത്, അപ്പം മുതൽ നിങ്ങളുടെ എക്സാം കഴിയുന്ന അന്ന് വരെയും ആ ലെക്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസിന്റെ വാലിഡിറ്റി ടിൽ ഡിസംബർ 2025 എക്സാം ആണ്. ഡിസംബർ 2025 എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ റിപ്പീറ്റഡ് ആയിട്ട് കാണാം. ശരി, ഇപ്പൊ ക്ലാസിന്റെ ഡ്യൂറേഷൻ ഒരു 1.5 മണിക്കൂർ വെച്ച്, ഒരു ആവറേജ് ആണ് ഞാൻ ഈ പറയുന്നത്, എക്സാക്ട് അല്ല എങ്കിലും ഒരു 1.5 മണിക്കൂർ, 1.5 hours, അതായത് ഒരു 90 minutes മുതൽ ഒരു 2 മണിക്കൂർ വരെ. ഞാൻ ഉറപ്പിച്ച് പറയല്ല, എന്നാലും ഒരു 2 മണിക്കൂർ, 120 മിനിറ്റ്സ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ മുതൽ ഒരു 1.5 hours മുതൽ 2 hours വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. 1.5 hours മുതൽ 2 hours വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. അത് ഡിപ്പെൻഡിങ് ഓൺ ദ ടോപ്പിക് ആണ്. ചിലപ്പോൾ നമ്മുടെ ടോപ്പിക് കുറച്ച് സിമ്പിൾ ആണെങ്കിൽ നമ്മൾ 1.5, ഇപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സിമ്പിൾ ആയിട്ട് തീർക്കാൻ പറ്റും. അപ്പോൾ അത് 1.5 മണിക്കൂർ ചിലപ്പോൾ ക്ലാസ്സുകൾ തീരും. ചിലപ്പോൾ അക്കൗണ്ടൻസി ആണ്, അത് കുറച്ചും കൂടി അധികം പറയാനുണ്ട്. അല്ലെങ്കിൽ ടാക്സിന്റെ എനിക്കൊന്ന് ഒരു ക്ലാസ്സും കണ്ട് മിക്കവാറും ലെങ്ത് കൂടാറുണ്ട് നമ്മൾ ITC പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ ആ ക്ലാസ്സിന് ചിലപ്പോൾ ഒരു 2 മണിക്കൂർ പോകും, പിടിക്കോ. അപ്പോൾ 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ. അങ്ങനെ ഒരു 30 ലെക്ചേഴ്സ് ആയിരിക്കും പെർ സബ്ജക്റ്റിന് ഉണ്ടാവുക. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഇത്രയും ടൈം പഠിച്ചാൽ മതി. അപ്പൊ ഡെയിലി നിങ്ങൾ ഒരു 3-4 hours സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം സ്ട്രെച്ചേർഡ് ആയിട്ട് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. സാറേ, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടോ? എല്ലാ ദിവസവും ക്ലാസ് ഇല്ല. നമുക്ക് സൺഡേ ഹോളിഡേ ആണ്, സൺഡേ നിങ്ങൾ പഠിക്കേണ്ട. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഇത്രയും ദിവസം പഠിച്ചാൽ മതി. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഓരോ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അന്ന് കാണാൻ പറ്റുമെങ്കിൽ അന്ന് കാണാം. ഇനി പറ്റിയില്ല എങ്കിൽ വീക്കെൻഡിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നേ, പുള്ളിക്കാരി നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, സാറേ എനിക്ക് എന്തായാലും വീക്ക് ഡേയ്സിൽ ക്ലാസ്സുകൾ കാണാൻ പറ്റില്ല, വീക്കെൻഡിൽ മാത്രമേ പറ്റുള്ളൂ. പുള്ളിക്കാരി ചെയ്യുന്ന പറഞ്ഞാൽ വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസങ്ങളിൽ ഇരുന്ന് ഒരു ആഴ്ചയായിട്ട് ലെക്ചേഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു തീർത്ത് ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ ലക്ഷറിയാണ്. നമ്മൾ 9 മണിക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 9 മണിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ 9 മണിക്ക് തന്നെ പഠിക്കാം. ഇനി 9 മണിക്ക് പറ്റിയില്ലെങ്കിൽ പ്രശ്നമില്ല മക്കളെ, അത് എക്സാം കഴിയുന്ന അന്ന് വരെ അവിടെ ഉണ്ടാവും. പക്ഷേ റെഗുലർ ആയിട്ട് നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റീസിന്റെയും സ്റ്റുഡൻസിന്റെയും കൂടെ നമുക്ക് ഒരുമിച്ച് പോകാം. പതിയെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പയ്യെ തിന്ന പനയും തിന്നാന്ന് പറയില്ലേ, അതുപോലെ. അത് സത്യം പറഞ്ഞാൽ പയ്യെ തിന്ന പനയും തിന്നാം, പക്ഷെ സ്മാർട്ടായിട്ട് പല കാര്യങ്ങൾ ചെയ്താൽ പനയെ നമുക്ക് പെട്ടെന്ന് അകത്താക്കാം. അപ്പൊ നമുക്ക് കുറച്ച് സ്മാർട്ട്നെസ്സും വേണം. പിന്നെ ടൈമിന്റെ ലക്ഷറി നമ്മൾ എൻജോയ് ചെയ്ത് കാമായിട്ട് കൂളായിട്ട് ലക്ഷറീസ് ആയിട്ട് പഠിക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസിന്റെ ഫീച്ചേഴ്സ് പറയട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം. ഈ പ്രാവശ്യം മുതൽ നമ്മുടെ ക്ലാസ് വിൻഡോസ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാം. എങ്ങനെ കാണാം? വിൻഡോസ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് പലർക്കും ലാപ്ടോപ്സ് ഉണ്ടാവാം. ആ ലാപ്ടോപ്പിൽ വിൻഡോസ് ആപ്ലിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. വിൻഡോസ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. അതുപോലെ മൊബൈൽ ഫോണിൽ കാണാം, ടാബ്ലറ്റിൽ കാണാം, ഐഫോണിലും കാണാം, ആൻഡ്രോയിഡിലും കാണാം. അതുപോലെ വിൻഡോസ് ആപ്ലിക്കേഷൻ. അപ്പൊ ലാപ്ടോപ്പിൽ വിൻഡോസ് ആപ്ലിക്കേഷൻ സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ മൊബൈൽ ഫോണിലും ടാബ്ലറ്റിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അൺലിമിറ്റഡ് വ്യൂസ് ആണ്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിൽ എങ്ങനെയാണ് കാണുക? യൂട്യൂബിൽ കാണുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടാറുണ്ട്, സ്പീഡ് കുറയ്ക്കാറുണ്ട്. ഈ കറക്റ്റ് അല്ലേ? ശരി, നിങ്ങൾക്ക് ഇവിടെ ആ ഫീച്ചർ ഉണ്ട്. നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാം, സ്പീഡ് കുറയ്ക്കാം. 1x നിന്ന് 2.5x വരെ ടൈം സ്പീഡ് കൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 2 മണിക്കൂറുള്ള ക്ലാസ് 1 മണിക്കൂറുണ്ടോ 3/4 മണിക്കൂറുണ്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന സ്പീഡിൽ ഇടുക. ഇനി അത് മാത്രമല്ല, ടൈം അഡ്ജസ്റ്റ് ചെയ്യാം, ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് നെറ്റ് കൂടുതലുണ്ടെങ്കിൽ ഫുൾ HD ക്ലാസ് കാണാം. നമ്മുടെ ക്ലാസ് എല്ലാം ഫുൾ HD അല്ല, കുറച്ച് ക്വാളിറ്റി കുറവാണെങ്കിൽ 720p അല്ലെങ്കിൽ 540 അല്ലെങ്കിൽ 360 ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഒരു പ്രശ്നമില്ല. അപ്പൊ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം, സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇനി ഓഫ്ലൈൻ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ഓഫ്ലൈൻ ഡൗൺലോഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നിങ്ങൾക്ക് വൈഫൈ ഉണ്ട്, ഓഫീസിലെ വൈഫൈ ഉണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വൈഫൈ ഉണ്ട്. വൈഫൈ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നെറ്റ് ഉള്ളപ്പോഴോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ്സുകൾ ഡൗൺലോഡ് ചെയ്തിടാം. ഫോണിൽ മെമ്മറി വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് കാണാൻ പറ്റും.
നെറ്റ് ഇല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ എന്ത് ഫീച്ചറാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്തു. സ്പീഡ് കൂട്ടാം, സ്പീഡ് കുറയ്ക്കാം, അതുപോലെ ക്വാളിറ്റി കൂട്ടാം, ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, അതും ഏത് ക്വാളിറ്റിയിൽ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഫോണിൽ സ്പേസ് വേണം. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, iOS ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ വിൻഡോസ് ആപ്ലിക്കേഷൻ ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. സാറേ, എങ്ങനെയാണ് ക്ലാസ് പർച്ചേസ് ചെയ്യേണ്ടത്, അതുപോലെ ക്ലാസ് തുടങ്ങുന്ന ഡേറ്റ് എന്താണെന്ന് അറിയണ്ടേ? ക്ലാസ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോ കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള ഡെമോ വീഡിയോ കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. സിമ്പിൾ ആയിരിക്കും പരിപാടി. നമുക്ക് അതിൽ നിന്ന് ക്ലാസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി ക്ലാസ് എന്നാ തുടങ്ങുന്നതെന്ന് അറിയണ്ടേ? ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് 18-ാം തീയതിയാണ്. നമ്മുടെ എക്സാം തീർന്ന ജൂൺ 18-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നത് 19-ാം തീയതി ആയിരിക്കാം. അതായത് 19 ആയിരിക്കാം നിങ്ങൾ വീഡിയോ കാണുന്നത്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ മാസം അല്ല, അടുത്ത മാസം. അടുത്ത മാസം ഫസ്റ്റ് ഫ്രൈഡേ ജൂലൈ 4-ാം തീയതി. ജൂലൈ 4-ാം തീയതിയാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ടൈമുണ്ട്. നമ്മൾ ജൂലൈ 4-ന് സ്റ്റാർട്ട് ചെയ്യും. പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഇതിനിടയ്ക്ക് കുറെ ഹോളിഡേയ്സ് ഒക്കെ വരും കേട്ടോ. കാരണം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഹോളിഡേയ്സ് ഉണ്ട്. ആ ഹോളിഡേയ്സ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്ത് പാടി ലാവിഷായിട്ട് തന്നെ ആയിരിക്കും പഠിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഫുൾ ഐറ്റംസും പഠിച്ചു തീർന്ന് ലാസ്റ്റ് ഒരു ഒന്നര മാസത്തിൽ കൂടുതൽ റിവിഷൻ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. നിങ്ങൾക്ക് സ്റ്റഡി ഹോളിഡേ പോലെ നിങ്ങൾക്ക് ആ ഒരു 1.5 മാസം കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ച സാധനത്തിന് വീണ്ടും റിവൈസ് ചെയ്യാം. നമ്മുടെ വീഡിയോയിൽ അൺലിമിറ്റഡ് വ്യൂസ് ആണ്, എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സും RTP MTP ഒക്കെ വർക്ക്ഔട്ട് ചെയ്തൊക്കെ പോകാനുള്ള ഇഷ്ടം പോലെ സമയമുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 4-നായിരിക്കും. ശരി, അങ്ങനെയാണെങ്കിൽ പ്രൈസ് പറയണ്ടേ? പറയാം. നമ്മൾ ഇപ്രാവശ്യത്തെ ക്ലാസിന്റെ ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത് മികച്ച പരിശീലനം, കുറഞ്ഞ ഫീസ്, പിന്നെ ഉറപ്പായ വിജയം. ഞാൻ പറഞ്ഞില്ലേ വിജയം, ആ വിജയം അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രൈസ് ആണ് 7,500 rupees ആണ്. നിങ്ങൾക്ക് 7,000 rupeesന് ക്ലാസ് കിട്ടും. എത്ര രൂപ കിട്ടും? 7,000 rupees. വെറും 7,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. അപ്പൊ ഈ പ്രൈസ് എങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഒരു സബ്ജക്റ്റിന്റെ പ്രൈസ് 1,500, 1,500. ഓക്കെ, അപ്പൊ 1,500 വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിന് മൊത്തം 5 സബ്ജക്റ്റുകളുണ്ട്. 4 അല്ല 5, കാരണം ഡയറക്ട് ടാക്സ് വേറെ സബ്ജക്റ്റും ഇൻഡയറക്ട് ടാക്സ് വേറെ സബ്ജക്റ്റും. അപ്പൊ നമുക്കൊരു 1,500 ഇൻറ്റു 5 സബ്ജക്റ്റുകളുണ്ട്. ഓക്കെ, അതാണ് ഈ വരുന്ന 7,500 വരിക. ഓക്കെ, അപ്പൊ 7,500-ൽ നിന്നും ഞാനൊരു കൂപ്പൺ പറഞ്ഞുതരാം. കൂപ്പൺ എന്താണെന്നറിയോ? CMA G150. ഓക്കെ, എന്താണ് കൂപ്പൺ കോഡ്? CMA G150. CMA G150. 50 അല്ല, സോറി 500 ആണ്, മാറിപ്പോയി. 50 അല്ല 500. അപ്പൊ CMA G1 500 എന്ന് പറഞ്ഞാൽ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 7,500 എന്ന് പറഞ്ഞ പ്രൈസ് 7,000 ആവും. നിങ്ങൾക്ക് 7,000 രൂപയ്ക്ക് ക്ലാസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കൂപ്പൺ കോഡ് ആദ്യത്തെ 50 സ്റ്റുഡൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ മക്കളെ, ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിന്റെ പ്രൈസ് 6,000 വരാം. എങ്ങനെയാ? 1,500 ആണ് ഒരു സബ്ജക്ട്. 1,500 ഇൻറ്റു 4 വരുമ്പോ എത്ര വരാ? 6,000 ആണ് വരാ. നമ്മൾ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും? 5,500 rupees കിട്ടും. കൂപ്പൺ കോഡാണ് CMA G2 500. ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5,500 rupees കിട്ടും. ഇനി ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ ബോത്ത് ഗ്രൂപ്പിന് സെയിം. ബോത്ത് ഗ്രൂപ്പിന്റെ എന്താ പറയാ, കൂപ്പൺ കോഡൊക്കെ ഞാൻ ഈ പറഞ്ഞ കൂപ്പൺ കോഡ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണ്ട കേട്ടോ. നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്യാൻ ആപ്ലിക്കേഷനിൽ കയറുമ്പോൾ അവിടെ കൂപ്പൺ കോഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, പ്രൈസ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ആയിക്കോളും. ഓക്കെ, അപ്പൊ ബോത്ത് ഗ്രൂപ്പിന്റെ പ്രൈസ് വരാം 12,500. എത്രയാണ്? 12,500. നമ്മൾ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ 12,500 ആയിരിക്കും പ്രൈസ് വരാം. അതായത് 7,000 5,500 12,500 rupees ആയിരിക്കും നമ്മുടെ ക്ലാസിന്റെ പ്രൈസ് വരാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രിക്ട്ലി 50 സ്റ്റുഡൻസിന് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ 50 സ്റ്റുഡൻസിന്റെ ഒരു ബാച്ച്, സെക്കൻഡ് ഗ്രൂപ്പിന്റെ 50 സ്റ്റുഡൻസിന്റെ ഒരു ബാച്ച്. അപ്പൊ നിങ്ങൾ ലേറ്റ് ആക്കരുത് മക്കളെ. ഈ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുക, എഫക്റ്റീവ് പ്രൈസിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും അൺലിമിറ്റഡ് വ്യൂസോട് കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസിന്റെ പ്രൈസ് ആണ് ഈ പറഞ്ഞ 7,000 5,500. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. എങ്ങനെയാണ് ഈ ക്ലാസ് പർച്ചേസ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ്രോയിഡിലും നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, ഐഫോണിലും iOS ഡിവൈസിലും നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലാസ് നിങ്ങൾക്ക് ഏതാണോ പർച്ചേസ് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ആൻഡ്രോയിഡിൻ്റെ കാണിക്കാം, അത് കഴിഞ്ഞ് ഐഫോണിൻ്റെ കാണിക്കാം. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ, കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ഇതിലിപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ബോത്ത് ഗ്രൂപ്പാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ലിങ്ക് റീഡയറക്റ്റ് ആവും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ കൊടുക്കുമ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് പറയും.
നിങ്ങൾ ഈ ഒരു സംഭവം ശ്രദ്ധിക്കുക. ഈ ലോഗിൻ ചെയ്യാനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ യൂസിങ് വാട്സപ്പ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ജസ്റ്റ് ലോഗിൻ യൂസിങ് വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി വാട്സപ്പിൽ ഒരു മെസ്സേജ് പോകും, ലോഗിൻ OTP ഒക്കെ അതിനകത്ത് വന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ യൂസ് അതർ മെത്തേഡ് കൊടുക്കാം. അതർ മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത്. ഇവിടെ ഞാൻ തൽക്കാലം എൻ്റെ ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാണ്. ഓക്കെ, ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ OTP ചോദിക്കും. അപ്പോൾ നമ്മൾ OTP ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ OTP ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ പേര് ചോദിക്കും. ഓക്കെ, ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. അതിനുശേഷം ഇമെയിൽ ID ചോദിക്കും. ഇമെയിൽ ID കൂടി നിങ്ങളൊന്ന് കൊടുത്തോളാം. അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തോളാം. ഓക്കെ, ഞാൻ പേരും എൻ്റെ ഇമെയിൽ IDയും കൊടുത്തു. എന്നിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് കൊടുത്തു, അലോ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ പ്രോപ്പറായിട്ട് ഏതാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അത് കാണിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ ഐഫോണിൽ കൂടി ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഐഫോണിലും സെയിം തന്നെയാണ്. നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലാസ് പർച്ചേസിനുള്ള ലിങ്കുകൾ ഉണ്ടാവും. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ഏതാണെന്ന് വെച്ചാൽ ആ ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്തോളാം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്പ് സ്റ്റോറിലേക്ക് ചെല്ലും. ആപ്പ് സ്റ്റോറിൽ നമ്മുടെ ആപ്പിൻ്റെ പേര് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരിക്കും ഉണ്ടാവുക. അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ചെയ്തു, അലോ കൊടുക്കാം. അതിനുശേഷം അവർ ഓർഗനൈസേഷൻ കോഡ് ചോദിക്കും. ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ സ്റ്റെപ്പ്. ഐഫോൺ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഓർഗനൈസേഷൻ കോഡ് അടിക്കുക. ZPXVN ZPXVN ഈ ഓർഗനൈസേഷൻ കോഡ് ടൈപ്പ് ചെയ്തോളാം. അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സ്ക്രീൻ വരും. എങ്ങനെയാണെന്ന് നോക്കി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് മാറും, നെക്സ്റ്റ് പ്രൊഫഷണൽസ് എന്നാവും. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനായിരിക്കും ചോദിക്കുക. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം, ഡൺ കൊടുക്കുക. വെരിഫിക്കേഷൻ നമ്മുടെ ഇത് ചോദിക്കും, OTP വരും. OTP അടിച്ച് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആയിക്കോളും. ഇനി ബാക്കി സ്റ്റെപ്പൊക്കെ സെയിം ആണ്, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആപ്പ് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദയവായിട്ട് തൊട്ട് താഴെ സ്റ്റോർസ് എന്നുണ്ടാവും. ആ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് ഗ്രൂപ്പ് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബോത്ത് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ശരി, ബോത്ത് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കൂപ്പൺ കോഡ് കൊടുക്കാൻ മറക്കരുത്. കാരണം കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ തന്നെ കൂപ്പൺ കോഡിൻ്റെ ഒരു ബോക്സ് വന്നിട്ടുണ്ടാവും. അതാണ് ഡ്രീം ബോത്ത് എന്നാണ് നമ്മുടെ ബോത്ത് ഗ്രൂപ്പിൻ്റെ കൂപ്പൺ. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂപ്പൺ അവിടെ അപ്ലൈ ആവും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രൈസ് കൂടി റിവൈസ്ഡ് ആവും. നേരത്തെ പറഞ്ഞ പ്രൈസിനേക്കാളും റിവൈസ് ചെയ്തിട്ട് നമ്മുടെ റിവൈസ്ഡ് പ്രൈസ് ആയിരിക്കും താഴെ ഉണ്ടാവുക. കണ്ടു, ഇവിടെ 11,000 വന്നു. ദെൻ ബൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി പേയ്മെൻറ്റ് ഗേറ്റ് വേയിലായിരിക്കും അത് ഡയറക്റ്റ് ചെയ്യുക. ഇനി സിമ്പിളാണ്, ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. ഇവിടെ ഗൂഗിൾ പേ ആണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ പേ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കാർഡ് യൂസ് ചെയ്തിട്ടാണ് പേ ചെയ്യണമെങ്കിൽ കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്യാം. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ പേ പ്രസ് ചെയ്യുന്നു. താഴെ പേ നൗ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പേയിലേക്ക് അത് റീഡയറക്റ്റ് ആവും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, പേ നൗ കൊടുക്കുക. നിങ്ങളുടെ പിൻ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് ഡൺ ആവും. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ കണ്ടില്ലേ മക്കളെ, സിമ്പിൾ പരിപാടിയാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്യാം, കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം, പേ ചെയ്യാം. അത്രേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് ജൂലൈ 4 സ്റ്റാർട്ട് ചെയ്യും. ആ 4 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് കാണേണ്ടത്, നിങ്ങളുടെ അഡ്മിഷൻസ് കൺഫേം ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ജൂലൈ 4 മുന്നേ തന്നെ നമ്മുടെ വാട്സപ്പിൽ നിന്ന്, നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെയുണ്ട്. നിങ്ങളുടെ അഡ്മിഷൻ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 9645151747. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഈ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരും. ക്ലാസ് കാണേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡെമോ വീഡിയോസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും. നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ജൂലൈ 4 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഈ ബാച്ച് അനൗൺസ് ചെയ്ത അപ്പം മുതൽ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യും. ഓൺലി 50 സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ഞാൻ ഈ പറഞ്ഞ കൂപ്പൺ കോഡ് വാലിഡ് ആയിരിക്കാം. ഈ ഒരു പ്രൈസ് ഉണ്ടായിരിക്കാം. ഈ പ്രൈസിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അടുത്ത പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ ഞാൻ ആദ്യമേ കാണിച്ചതുപോലെ ബ്രൗഷറിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ആലോചിച്ച് നോക്കുക, സമയം എടുത്ത് ആലോചിച്ച് നോക്കാം. ചെറിയ പൈസ മുടക്കിയാൽ മതി, നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ കയറാൻ പറ്റും. സൂപ്പറായിട്ട് പഠിക്കാനും പാസ്സാവാനുള്ള സമയമൊക്കെ ഉണ്ട് മക്കളെ. ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് ഇതല്ലാണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ കാണിച്ചിരുന്ന ഈ വാട്സ്ആപ്പ് നമ്പറിലെ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. കോൾ ചെയ്താലും കോൾ അറ്റൻഡ് ചെയ്യും, എങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ടൈം അനുസരിച്ച് അപ്പൊ തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ ക്ലാസ്സിൽ കാണാം. നമുക്ക് ക്ലാസ്സിൽ വെച്ച് ടാക്സ് പഠിപ്പിക്കാനായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും കാണാം. ഇത്രേ ഉള്ളൂ മക്കളെ, ബൈ.